വേനൽക്കാലമാണ്, വെള്ളത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടോ? അവിടിടങ്ങളിലായിട്ട് ഓരോ വേനൽ മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളമില്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കിടക്കുന്നുള്ളൂ. വെള്ളമില്ലായ്മ വലിയൊരു വിഷയമാണ്. നമ്മൾ നമ്മുടെ കിണറുകളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാൻ പോവുക. വറ്റി വരണ്ട് കിടക്കുന്ന കിണറുകൾ ഇന്ന് പകൽ നിറയണം. നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം അതിനകത്തുനിന്ന് കിട്ടണം. അതിനുവേണ്ടി തന്നെ പ്രാർത്ഥിക്കാൻ പോകുന്നത്. റെഡി? പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ജലക്ഷാമം അതിരൂക്ഷമാകുകയാണ്. നദീതടങ്ങൾ പലതും വറ്റിയിരിക്കുന്നു. എല്ലാറ്റിലുപരി കിണറുകൾ ഭയങ്കരമായ നിലയിൽ വറ്റിപ്പോകുന്നു. അങ്ങയുടെ മക്കൾക്ക് കുടിപ്പാൻ വെള്ളമില്ലാത്ത അവസ്ഥ നേരിടുന്നു. ഇന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ഒന്നെങ്കിൽ നീ മഴ തരണം, അല്ലെങ്കിൽ നീ ഉറവ തുറക്കണം. നിന്റെ കുഞ്ഞുങ്ങളുടെ കിണറ്റിൽ നാളെ ഈ സമയത്ത് ഇവരുടെ സകല ആവശ്യങ്ങൾക്കും ഉപയോഗിക്കത്തക്ക നിലയിലുള്ള ജലം എൻ്റെ കർത്താവ് നൽകി എന്നുള്ള കാഴ്ച കാണാൻ കർത്താവ് കൃപയാക്കണം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിലെല്ലാം ഉപരി കിണറുകൾ നിറയാൻ പ്രാർത്ഥിക്കുന്നു. കാറ്റ് കാണുകയോ മഴ കാണുകയോ ചെയ്യില്ല, പക്ഷേ താഴ്വരയിലെ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. ഈ ദൈവത്തിൻ്റെ വചനത്തിന് ഇന്ന് ഈ നിമിഷവും പ്രവർത്തിപ്പാനുള്ള ശേഷി 100% ആമേൻ. ആകയാൽ ആ വചനം ഉദ്ധരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താഴ്വരയിലെ കുഴികൾ വെള്ളം കൊണ്ട് നിറയും, കിണറുകൾ നിറയും. ഞങ്ങൾക്ക് കുഴൽക്കിണറുകളിൽ, ഓപ്പൺ വെല്ലുകളിൽ ദൈവം ജലം നൽകി സമൃദ്ധമായി ഞങ്ങളുടെ മക്കളെ ആദരിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇതൊരു അത്ഭുത സാക്ഷ്യത്തിൻ്റെ കാരണമായ പ്രാർത്ഥനയായി തീരും. ദൈവം എനിക്ക് വേണ്ടി ഉറവ തുറന്നു എന്നുള്ള വാർത്ത കൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യത്തിൻ്റെ ആ അധ്യായങ്ങൾ നിറയാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുന്നു. പ്രാർത്ഥനയോടെ ഇന്നത്തെ ശുശ്രൂഷ ഞങ്ങൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എൻ്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്നേഹം നിറഞ്ഞ എല്ലാ സഹോദരങ്ങൾക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞ ദൈവിക ആലോചനയുടെ ബി പാർട്ട് പറയാം. യെശയ്യാ 58:11. വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെ നീ ആകും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റാത്ത നീരുറവ് പോലെയും ആകും. വെള്ളം വറ്റാത്ത നീരുറവ്. ഈ ദൂത് ഒരുപാടൊന്നും പ്രസംഗിക്കേണ്ടതല്ല. കാരണം വെള്ളമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഈ ദൂത് അതുപോലെ നിറപടിയാകേണ്ടൊരു സാധനമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് അതുകൊണ്ട് തന്നെയാണ് ഈ മെസ്സേജ് നിങ്ങൾക്ക് തരുന്നതിന് മുമ്പ് വെള്ളമില്ലാത്ത കിണറുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. ആദ്യം കുടിക്കാനുള്ള വെള്ളം കിട്ടട്ടെ, എന്നിട്ടല്ലേ ബാക്കി കാര്യം. അതിനേക്കാൾ പ്രധാനമല്ലല്ലോ, ദാഹജലത്തേക്കാൾ പ്രധാനമല്ലല്ലോ വേറെ ഒന്നും. പ്രാണവായുവും ദാഹജലവും കഴിക്കാനുള്ള ആഹാരവും ഇതൊക്കെയല്ലേ ഏറ്റവും അടിയന്തരമായ ആവശ്യം. അതുകൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കിണറുകളോട് എന്ന് കൈനീട്ടി പറഞ്ഞ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, ഉറവകൾ തുറന്നു വരട്ടെ എന്ന് പറയാം കേട്ടോ. ഉറവകൾ തുറന്നു വരട്ടെ. പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സിനകത്ത് ഇച്ചിരി വെള്ളം എടുത്തിട്ട്, കൂടുതലൊന്നും പറയണ്ട, ഇത് ഉറവ തുറക്കാൻ ദൈവസേനയിൽ ഒഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യഫഥ എന്ന് പറഞ്ഞ് യേശുവിൻ നാമത്തിൽ ആ വെള്ളം ആ കിണറ്റിലോട്ട് ഒഴിച്ചേരെ. നിങ്ങൾ വെള്ളം കോരും. ഉറപ്പായ കാര്യമാണ്, അതിനകത്തൊരു സംശയവും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം പറ്റാത്ത നീരുറവ് പോലെയും ആകും. ഒരു നദി ആകണമെങ്കിൽ എണ്ണിയാൽ തീരാത്തത്ര ഉറവകൾ ഉണ്ടെങ്കിലേ നദിയാകുള്ളൂ. എണ്ണിയാൽ തീരാത്ത ഉറവകൾ ഉണ്ടെങ്കിലേ നദിയാകുള്ളൂ. മനസ്സിലായോ? സമ്പുഷ്ടമായിട്ട് ഒഴുകണമെങ്കിൽ വേനൽക്കാലത്ത് വറ്റിപ്പോകാത്ത ലക്ഷോപലക്ഷ ഉറവകൾ ഉണ്ടെങ്കിലേ ഒരു നദി നല്ല മേന്മയോടെ ഒഴുകത്തുള്ളൂ. പല നദികളും ഈ കാലഘട്ടത്തിൽ വറ്റി. അതിൻ്റെ കാരണം അതിൻ്റെ ഉറവകൾ അടഞ്ഞതുകൊണ്ടാണ്. പലരും ബുദ്ധിമുട്ടില്ല. പലരുടെയും കൈ വരണ്ടിരിക്കുക. പലരുടെയും സാമ്പത്തിക മേഖലകൾ ക്ഷയിച്ചിരിക്കുക. പലരുടെയും സ്പിരിച്വൽ ലൈഫ് ഡെഡ് ലൈനിലാണ്. എന്താ കാരണം എന്നറിയാവോ? ഉറവയില്ലാത്തത് കൊണ്ടാണ്. ഉറവ്. നദികൾ എണ്ണാം, ഉറവകൾ എണ്ണാൻ പറ്റുമോ? പറ്റത്തില്ല. 44 നദികൾ കേരളത്തിലുണ്ടെന്ന് പറയുന്നു. പക്ഷേ ആ നദികളിലൊക്കെ ഉറവകൾ എണ്ണാൻ പറ്റുമോ? നടക്കത്തില്ല. ഇന്നത്തെ ദൈവാലോചന എന്ന് പറയുന്നത് ദൈവം നിന്നെ ഒരു നദിയാക്കുമെന്ന് പറഞ്ഞ ദൂത് നിവർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ആലോചന നിങ്ങളുടെ അരികിലേക്ക് വരുന്നത്. ഞാൻ നിന്നെ ഒരു നദിയാക്കും. നീ വെള്ളം വറ്റാത്ത നദിയാകും എന്നാണ് പറയുന്നത്. മഴക്കാലത്തെ നദി എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ആകാൻ പറ്റും. ഈ
ഞങ്ങളൊക്കെ ഈ ഉണർവ് യോഗങ്ങൾക്കൊക്കെ ശുശ്രൂഷിക്കാൻ പോകുമ്പോൾ ആ ഉണർവ് യോഗങ്ങളിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് നല്ല ഉന്മേഷവും ആകാംക്ഷയും ഭയങ്കര ആത്മീക താല്പര്യമൊക്കെയാണ്. ഇത് കഴിയുമ്പോൾ ഇവരങ്ങോട്ട് ഡ്രൈ ആകും. 7-8 ദിവസമൊക്കെ കഴിയുമ്പോൾ കുറച്ച് പേരങ്ങ് തണുക്കും. വേറെ കുറേ പേര് 1, 2, 3 മാസമൊക്കെ നിൽക്കും. ജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലേക്ക് പിന്നെ കയറി കഴിയുമ്പോൾ അവർ പഴയ ലെവലിലേക്ക് വിനയമാകും. കാരണം എവിടേക്കോ തുറന്ന ഉറവകൾ അവരുടെ ലൈഫിൽ അടഞ്ഞതതിൻ്റെ കാരണം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നിന്നെ ഇനി അങ്ങനെ ഞാൻ വിടത്തില്ല. ഇതൂത് നീ പിടിച്ചോണം. ഇനി നിന്നെ ഞാൻ അങ്ങനെ വിടത്തില്ല. നിനക്കിനി ക്ഷാമം തട്ടാനും വേനൽ നിന്നെ തീർക്കാനും ഞാൻ അനുവദിക്കത്തില്ല. ഞാൻ നിന്നെ വെള്ളം വറ്റാത്ത നീരുറവയാണ്. പ്രൈസ് ദി ലോർഡ്. വെള്ളം വറ്റാത്ത നീരുറവ. നീ ഒഴുകും ഈ ദിവസങ്ങളിൽ. പരിധികൾക്കപ്പുറത്തേക്ക് നീ ചെല്ലും. ഈ ഞങ്ങളുടെ അടുത്തൊരു തോടുണ്ട്. ആ തോടിൻ്റെ പ്രത്യേകത, ഇപ്പോൾ പിള്ളേരെല്ലാം വന്ന് അവിടെ രാവിലെ ഇല്ലാതെ ചാടുക. സന്ധ്യയ്ക്കും കാണാൻ രാത്രിയിലും കാണാൻ കുറേ പിള്ളേർ അവിടെ നീന്താൻ വരുന്നത്. കാരണം അവിടെ ഒരു തടയണ കെട്ടിയിട്ടുണ്ട്. ആ തടയണ കെട്ടിയേക്കുന്നതുകൊണ്ട് വെള്ളം വന്നിങ്ങനെ നിറഞ്ഞു കിടക്കുക. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ പിള്ളേർ വന്നാൽ അവധിക്കാലല്ലേ, എടുത്ത് ചാടി ഇവന്മാർ അവിടെ കിടന്ന് ചങ്ങാടമൊക്കെ ഉണ്ടാക്കി ഭയങ്കര കളിയും ബഹളമോ. കണ്ടു നിൽക്കാൻ തന്നെ രസമായി പിള്ളേരുടെ സന്തോഷം. രാത്രി ആകുമ്പോഴും വേറെ കുറേ പേര് വരും. ഇവരുടെ കളിയും ബഹളവുമാണ് ആ നദി നിറയെ. പക്ഷേ ഈ തടയണ കെട്ടി നിർത്തിയേക്കുന്നതിന് ഇപ്പുറം വരെ വെള്ളമുണ്ട്. ഇത് കഴിഞ്ഞ് തൊട്ട് അപ്പുറത്തോട്ട് നോക്കിയാൽ വരണ്ട് കിടക്കുക. ഒരു നദിയാ, അതിൻ്റെ 2 അവസ്ഥ. ഒരു പോർഷൻ വരെ വെള്ളമുണ്ട്, തൊട്ടപ്പുറത്തില്ല. എവിടെയൊക്കെയോ ഒരു കാലഘട്ടം വരെ നിനക്കൊരു ഒഴുക്കുണ്ടായിരുന്നു. ആ ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് അത് തീർന്നു. ഇന്നലെ വൈകുന്നേരം ദുബൈയിൽ നിന്ന് ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, ഇംഗ്ലീഷ് നല്ല ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്ന എൻ്റെ കൊച്ച് നാട്ടിൽ പഠിക്കാൻ കൊണ്ട് ചേർത്തപ്പോൾ അത് ഇംഗ്ലീഷ് എക്സാമിൽ തോറ്റുപോയി. വിശ്വസിക്കുക അറിയില്ല. ദുബൈ പഠിച്ച കൊച്ചാണ്. അവൻ ഇവിടെ വന്നപ്പം ഇംഗ്ലീഷ് അവിടെ വെച്ച് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്. അവൻ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ നാട്ടിലെ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് അവൻ തോറ്റുപോയി. എൻ്റെ പാസ്റ്റർ, ഒരിക്കലും എൻ്റെ കൊച്ച് തോക്കുന്നതല്ല. മൂത്ത കൊച്ചും അങ്ങനെ തന്നെ. അത് ഇംഗ്ലീഷിനല്ല തോറ്റത്. പഠനം പൂർത്തീകരിക്കാൻ കഴിയാതെ ഔട്ട് ഓഫ് കേരള എവിടെയോ ഒരു സ്റ്റേറ്റിൽ കൊണ്ട് അവനെ പഠിപ്പിക്കാൻ ചേർത്തു. അവിടെയും അവൻ്റെയും പഠന നിലവാരം ഫ്ലോപ്പായി പോയി. ഈ വിഷയം പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വിളിച്ച് വീടിൻ്റെ റെനോവേഷൻ നടന്നു. വീടിൻ്റെ റെനോവേഷൻ വർക്ക് നടന്നു പറഞ്ഞു. യെസ്, വീടിൻ്റെ റെനോവേഷൻ വർക്ക് നടന്നു. കോവിഡിൻ്റെ ടൈമിലായിരുന്നു. ഇതേ തുടർന്ന് ആ മൂത്ത പയ്യനൊരു ആക്സിഡന്റ് ഉണ്ടായെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരിയാ, ഒരു അപകടം ഉണ്ടായി. അപ്പോൾ ദൈവാത്മാ പറഞ്ഞു, മരണത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഞാനൊന്ന് രക്ഷപ്പെടുത്തിയത്. പറഞ്ഞു, ശരിയാ പാസ്റ്റർ, അങ്ങനെ തന്നെ നടന്നു. 3ാമത്തെ മെസ്സേജ് എന്ന് പറയുന്നത്, അന്ന് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് നിങ്ങളുടെ വീടിൻ്റെ കക്ഷി തന്നു. കോവിഡിൻ്റെ കാലമാണ്, ആരെയും അങ്ങനെ വിളിച്ചില്ല. പക്ഷേ നിർബന്ധിതമായിട്ട് അവിടെ 1-2 പേര് ചെന്ന കൂട്ടത്തിൽ ഒരു ഗ്രൂപ്പിൽ ചെന്ന് ഒരു സമ്മാനം കൊടുത്തു. ആ സമ്മാനം ആ വീടിന് ഇന്ന സ്ഥലത്ത് ഇരിപ്പുണ്ട് താനും. പിന്നീട് ഇങ്ങോട്ട് സംഭവിച്ചതെല്ലാം ഒരു ഒഴുക്ക് നിലച്ചു പോകുന്ന പ്രവൃത്തിയാണ്. എവിടെയൊക്കെയോ ചില അഭിവൃദ്ധിയുടെയും നന്മയുടെയും ഒരു ഒഴുക്ക് തുടർന്ന് വരുമ്പോൾ ചില മനുഷ്യരങ്ങ് തീരുമാനിക്കുക, ഇതിനെ അങ്ങ് തടഞ്ഞങ്ങ് കെട്ടിയേക്കാം. അത്തരത്തിൽ ചില ജീവിതങ്ങളുടെ മേൽ വീണ് കിടക്കുന്ന ചില തടയണകളെ ഇന്ന് പൊളിക്കാൻ പോവാം. വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന വാക്ക് നമ്മൾ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതിന് കൊടുത്തിരിക്കുന്ന മൂലഭാഷാ വാക്ക് ഡുനാമിസ് എന്ന വാക്കാണ്. ഡുനാമിസ് എന്ന വാക്കിൽ നിന്നാണ് ഡൈനാമോ എന്ന് പറയുന്ന വാക്ക്, ഡൈനാമിക് എനർജിയെ കുറിച്ച് പറയുന്ന ആ വലിയ വാക്ക് ഫോം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഡുനാമിസ് എന്ന് പറയുന്നത് ഒരു അണക്കെട്ട് തകരുമ്പോൾ തകരുന്ന അണക്കെട്ടിനകത്ത് കെട്ടിക്കിടന്ന വെള്ളം എങ്ങനെ ഫ്ലോ ചെയ്യുമോ ആ ശക്തിയെ സൂചിപ്പിക്കാൻ എഴുതിയിരിക്കുന്ന വാക്കാണ് ഡുനാമിസ്. ഡുനാമിസ്. ആരോ എന്നെ തൊട്ടു, എന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നിടത്തും യേശു പറയുന്ന വാക്ക് ഡുനാമിസ. 12 വർഷം ബന്ധിക്കപ്പെട്ടവളുടെ ജീവിതത്തിന്റെ ബന്ധനത്തെ പിടിച്ചു കെട്ടാൻ, അവളെ അലട്ടുന്ന ആ പൈശാചിക ദോഷത്തെ നമുക്ക് വിടുതൽ കൊടുക്കാൻ യേശുവിൽ നിന്നും വ്യാപിച്ചതും കർത്താവിൽ വ്യാപിച്ചു കിടക്കുന്ന ശക്തിയുടെ ഒരു വലിപ്പം അങ്ങോട്ട് ഒഴുകി ചെല്ലുകയായിരുന്നു. യേശുവിന്റെ ശക്തി പുറപ്പെട്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. ഈ പ്രവൃത്തി ഇന്ന് നിന്റെ ലൈഫിൽ നടക്കും. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയും, എവിടെയൊക്കെയോ തടയണ കെട്ടിയതുപോലെ നിന്റെ ജീവിതത്തിന്റെ നല്ല ഒഴുക്കിന്റെ ഒരു കാലഘട്ടത്തിന് അവധി വെച്ച് ഒരു നിശ്ചിത പരിധി വരെ നിനക്കൊരു നല്ല സീസൺ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് നോക്കിയാൽ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല.
എന്നാൽ ഇന്ന് രാവിലെ ദൂത് കേൾക്കുമ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ ആ ഒഴുക്കിനും പിന്നീട് ഇങ്ങോട്ടുള്ള വരൾച്ചയ്ക്കും ഇടയിൽ കൈകടത്തൽ നടത്തിയ ചിലരുടെ ഇടപെടലുകൾക്ക് പുറകിൽ വ്യാപരിച്ച പൈശാചിക മണ്ഡലത്തെ ദൈവത്തിൻ്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ തന്നെ ചില ശരീരങ്ങളിൽ ചില കെട്ടുകളെ ദൈവം അഴിച്ചു മാറ്റുക. ചില കുടുംബങ്ങളുടെ അന്തരീക്ഷത്തിന് ദൈവം മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. ശക്തമായൊരു ദൈവ സാന്നിധ്യം നിന്റെ മേൽ ഇറങ്ങുന്നുണ്ട്. ഞാൻ അറിയുന്ന ആത്മാവിൽ നിന്നെ പിടിച്ചൊതുക്കിയ ചില ബന്ധനങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്നിപ്പോൾ ഈ വചനത്തിൻ്റെ ആജ്ഞാശക്തിയിൽ അഴിച്ചു കളയുകയാണ്. അനസ്യൂതം ഒഴുകണ്ട ഒഴുക്കിനെ തടയണ കെട്ടി നിർത്തിയിട്ട് പിന്നീടുള്ള ജീവിത കാലഘട്ടങ്ങൾ വരൾച്ചയിലെന്ന പോലെ ആക്കി തീർത്ത ചില പ്രതിഭാസങ്ങളെ, തന്ത്രങ്ങളെ, ഗൂഢപദ്ധതികളെ ദൈവം ഇന്ന് പൊളിച്ചു കളയുന്നു. ഒഴുകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ ഫ്ലോ കണ്ടിന്യൂ ചെയ്യട്ടെ. ജീസസ് ക്രൈസ്റ്റ്. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റാത്ത നീരുറവ് പോലെയുമാകും. 58:11. ഇനിയും വറ്റി വരണ്ടിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, വേനൽക്കാലത്തും വരൾച്ചയുടെ സീസണിലും നിലച്ചു പോകുന്ന ഉറവുകളെ നീ കണ്ടിട്ടുള്ളൂ. പക്ഷേ മരുഭൂമിയിൽ ഒരു കഠിനമായ വേനലിനും പിടിച്ചു കെട്ടാൻ വയ്യാത്തൊരു ഉറവയെ ഞാൻ ഹാഗാറിന്റെ കണ്ണിന് മുമ്പിൽ തുറന്നു. അതുപോലെയുള്ള 1000 എണ്ണം നിനക്ക് വേണ്ടി ഞാൻ തുറക്കാൻ പോവാ. ഹാഗാറിന്റെ കണ്ണിന്റെ മുമ്പിൽ മരുഭൂമിയുടെ കൊടും വേനലിൽ ദൈവം അവൾ ആശ്ചര്യപ്പെട്ടു പോകത്തക്ക നിലയിൽ തുറന്ന ഉറവ പോലെയുള്ള 1000 എണ്ണം ഇന്ന് നിന്റെ ജീവിതത്തിന്റെ തുറക്കുകയാണെന്ന്. ഒരു ഉറവല്ല നദിയാകുന്നത്, നിരവധി ഉറവുകൾ ചേർന്ന്. അങ്ങനെയാണെങ്കിൽ വരണ്ടു പോകുന്ന വരൾച്ചയുടെ നടുവിൽ വറ്റിപ്പോകുന്ന ഒഴുക്കുകളാണ് കണ്ടിട്ടുള്ളതെങ്കിൽ ഒരു കൊടുവേനലിനും പിടിച്ചു കെട്ടാൻ കഴിയാത്ത അസാധാരണമായ ഒരു ഒഴുക്കിനെ ദൈവം നിന്റെ ജീവിതത്തിൽ നിന്ന് തുറക്കുക. നീ അറിയാത്ത ചില മുഖാന്തരങ്ങൾ നിന്നെ തേടി വരാൻ പോവുകയാണെന്ന് ദൈവാത്മാവിനോട് പറയുന്നു. നീ ഇന്ന് വരെ കാണാത്ത ചില അനുഗ്രഹങ്ങൾക്ക് നീ വിധേയപ്പെടാൻ പോവുകയാണ്. നിന്റെ ഭവനം ചില പ്രത്യേക സന്തോഷങ്ങൾക്ക് വേദിയാകാൻ പോവുകയാണ്. ആമേൻ. ഈ ദിവസങ്ങൾ നിന്റെ ജീവിതത്തിൽ ചില വാഗ്ദത്ത നിവൃത്തികൾ നടക്കും. ദൈവം ശക്തനാണ് താൻ പറഞ്ഞത് നിറവേറ്റാൻ. അതിന്റെ ഭാഗമായി ചില പ്രത്യേക അനുഗ്രഹങ്ങൾ ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. പരിശുദ്ധാത്മാവ് അന്തരീക്ഷത്തെ മാറ്റാൻ പോവുകയാണ്. എലീശ പ്രവാചകൻ ഒരു കാലത്ത് പറഞ്ഞു, നിങ്ങൾ ഈ താഴ്വരയിൽ കുഴികൾ വെട്ടുകയും കാറ്റ് കാണില്ല, മഴ കാണില്ല, പക്ഷെ താഴ്വരയിലെ കുഴികൾ വെള്ളം കൊണ്ട് നിറയും. അതിന്റെ അർത്ഥം വിശ്വാസത്തിന്റെ കുഴികൾ വെട്ടിക്കൂ, ദൈവപ്രവൃത്തിയുടെ ഒഴുക്കതിൽ നിന്ന് നിറയും. ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ, മഴ മുഖാന്തരമാണ് ഉറവുകളെ ലോകം കണ്ടിട്ടുള്ളതെങ്കിൽ മഴക്കാലത്താണ് ഉറവകൾ പുതുതായിട്ട് തുറക്കപ്പെടുന്നത് എല്ലാവരും കണ്ടിട്ടുള്ളതെങ്കിൽ ഒരു കൊടുവേനലിനും ഒരു മഴക്കാലത്തിനും തരാൻ കഴിയാത്ത അത്ഭുതകരമായ ചില ഉറവകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കാൻ പോവാ. നിനക്ക് കോരി കുടിക്കാൻ പാകത്തിൽ നിന്റെ ജീവിതത്തിന്റെ ദാഹം തീർക്കുന്ന ചില ഉറവകളെ എൻ്റെ യേശു ഇന്ന് നിനക്ക് വേണ്ടി ഒഴുക്കി തരാൻ പോവാ. തയ്യാറായിക്കോ. കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല. ഈ വചനം ഇങ്ങനെ പിടിച്ചാൽ ഇതങ്ങ് നീണ്ടുപോകും. എനിക്ക് ഈ നിശ്ചിത സമയത്തിനകം ഇത് കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നത്തെ ഈ ഒരു മെസ്സേജും ഇന്നത്തെ ഈ ഒരു പ്രയറും നിന്റെ ലൈഫിനെ ദൈവം മറ്റൊരു തലത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നീ കേൾക്കുന്നത്. അടുത്ത ഏതാനും മിനിറ്റിനകം നിന്റെ മേലൊരു ദൈവശക്തി ഇറങ്ങാൻ പോവാ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം കേട്ട ഓരോ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വെള്ളം പറ്റാത്ത നീരുറവ് പോലെയാക്കുമെന്നുള്ള അത്യുന്നതന്റെ സ്വരം സത്യത്തിൽ ഞങ്ങളെ ദൈവം ഒരു നദി പോലെ ആക്കിയിരിക്കുമ്പോൾ അതിനെ സമ്പുഷ്ടമാക്കുന്ന ഉറവുകൾ പലപ്പോഴും അടഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ വറ്റി വരണ്ടു പോകുന്ന നിലകളെ ഇന്ന് പകൽ പരിഹരിച്ച് ഉറവുകൾ അടയാതെ വണ്ണം കവിഞ്ഞൊഴുകുന്ന ജീവിത നിലവാരത്തിലേക്ക് ഇന്നത്തെ ശുശ്രൂഷയുടെ നടുവിൽ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തുമാറാകണമേ. ലക്ഷ്യസ്ഥാനത്തെത്തുവോളം അനസ്യൂതമൊഴുകുന്നൊരു പുഴയായി വേനലിൻ്റെ പ്രഹരങ്ങൾ ഏൽക്കുമ്പോൾ വരൾച്ച ഏൽക്കാതെ വറ്റി വരണ്ടു പോകാതെ കർത്താവെ ഉജ്ജ്വലമായി ഒഴുകി മത്സ്യസമ്പത്തോടുകൂടെ അത് ഒഴുകുന്ന പ്രദേശങ്ങളിലുള്ള സകലരെയും പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് എങ്ങനൊരു നദി
അതിന് ജീവസുറ്റ അവസ്ഥയിൽ ഒരു നാടിന് അനുഗ്രഹമാകുമോ, അതുപോലെ ഇവരായിരിക്കുന്ന ഇടങ്ങളിൽ, ഇവരായിരിക്കുന്ന സ്ഥാനമാനങ്ങളിൽ എല്ലാത്തരം അനുഭവങ്ങളെയും പരിപോഷിപ്പിച്ചുകൊണ്ട് കരുത്തോടെ ഈ ദിനങ്ങളിൽ മുന്നോട്ട് പോകുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും അങ്ങയുടെ മക്കളുടെ മേൽ ചൊരിയുമാറാകണമേ. അതിനെ ഇല്ലാതാക്കുന്ന, ഒഴുക്കിനെ തടയുന്ന തടയണകൾ യേശുവിൻ്റെ നാമത്തിൽ അത് മാറട്ടെ. ഇവരുടെ ജീവിതത്തിൻ്റെ ആ ഫ്ലോയ്ക്കെതിരായി നിൽക്കുന്ന എല്ലാ എതിർമാനങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിക്കൊണ്ട് മുന്നേറ്റങ്ങൾക്ക് വിഘാതമായതിനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ തകർത്ത് കളഞ്ഞ് നിന്റെ മക്കളുടെ പുരോഗതിയെ യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അസാധാരണമായൊരു ദൈവശക്തി ഇന്ന് പകൽ എന്നെ കേട്ട ഓരോരുത്തരുടെ മേലും വ്യാപരിക്കുമാറാകട്ടെ. ഇവരുടെ ജീവിത പുരോഗതിക്കും പ്രയാണത്തിനും വേഗതയ്ക്കും തടസ്സം നിൽക്കുന്ന സകലതും ഇവരുടെ ജീവിതത്തിന് മുൻപിൽ നിന്നും മാറിപ്പോകുമാറാകട്ടെ. ഇവരെ ആശ്രയിച്ച് നിൽക്കുന്ന നിരവധി മേഖലകളുണ്ട് കർത്താവെ, അതിനുമേലെല്ലാം ഇന്ന് പകൽ അങ്ങയുടെ അനുഗ്രഹം ചൊരിയുമാറാകണമേ. ഇവരുടെ കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്ന സകല മേഖലകളെയും ഉയർച്ചയിലെത്തിക്കുവാൻ തക്കവണ്ണം ഇവർക്ക് ദൈവം എല്ലാ അനുഗ്രഹങ്ങളും തുറന്നു കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വീടിൻ്റെ പണികൾ, ഇവരുടെ സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരങ്ങൾ, ഇവരുടെ കുഞ്ഞുങ്ങളുടെ പഠനം, കർത്താവെ ഇവരുടെ വീടിൻ്റെ ഉപജീവന ആവശ്യങ്ങൾ, ഇവരുടെ ബാധ്യതകൾ തീർക്കുവാനുള്ളതായ ഇൻകം, ഇങ്ങനെ 100 ജീവിത ആവശ്യങ്ങളെ സഫലമാക്കുവാൻ വേണ്ട എല്ലാ വിഭവങ്ങളും നിന്റെ മക്കളുടെ മേൽ തുറക്കപ്പെടുമാറാകട്ടെ. എണ്ണാൻ കഴിയാത്തത്ര ഉറവുകളാൽ ഒരു നദി സമ്പന്നമായിരിക്കുന്നത് പോലെ 1-2 മേഖലയിൽ നിന്നും മാത്രം ലഭിക്കുന്ന ജീവിതത്തിൻ്റെ മേന്മയാർന്ന മേഖലകളെ ഇന്ന് പകൽ പരിപോഷിപ്പിച്ച് അതിൽ കൂടുതലായുള്ള ഐശ്വര്യം ഇവർക്ക് ലഭിക്കത്തക്ക നിലയിൽ പുതിയ ഉറവിടങ്ങളെ നിന്റെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുമാറാകണമേ. ഹല്ലേലൂയ. ഒരിക്കലും പറ്റാത്തൊരു ഒഴുക്ക് യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ജീവിതത്തിൽ വന്നു നിറയട്ടെ. പ്രാർത്ഥനാ ജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും ദൈവവുമായുള്ള ബന്ധത്തിലും ഈ ഒരു സമൃദ്ധി നിലനിൽക്കുമാറാകട്ടെ. വരണ്ടുണങ്ങിപ്പോയി കിടക്കുന്ന ജീവിതത്തിൻ്റെ ആത്മീക നിലകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹത്താലും കവിഞ്ഞൊഴുകനാലും അത് പിന്നെയും ജീവൻ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ നദി ഒഴുകി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികളെല്ലാം ജീവിക്കും. അതേ കർത്താവേ, പല മേഖലകളെ ജീവിപ്പിക്കുവാൻ ദൈവം ഇവരെ ഒരു അത്ഭുത നദിയായി വിളിച്ചിരിക്കെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്നുള്ള യേശുവിനെ വാക്ക് മുൻനിർത്തി ഇവരൊരു ഉറവായി തീരേണ്ടവരാണ്, ഇവരൊരു നദിയായി മാറേണ്ടവരാണ്. വിവിധ ഒഴുക്കുകൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ഇവരിൽ നിന്നും ആരംഭിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലതും ഉത്ഭവസ്ഥാനങ്ങളിൽ തന്നെ അടഞ്ഞുപോയ അവസ്ഥയിലായിരിക്കവേ ഇന്നത്തെ ശുശ്രൂഷയാൽ യേശുവിൻ്റെ നാമത്തിൽ പലതിനുമേലും ഒരു ഓപ്പണിംഗ് ഉണ്ടാകട്ടെ. ഒരു ഏൽഹക്കോരയായി ഇവർ മാറട്ടെ. ദൈവത്തിൻ്റെ ഒരു ഉറവായി ഇവർ തീരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗ്ലോറി ടു ജീസസ്. ഹല്ലേലൂയ. മരുഭൂമിയിലും എനിക്ക് ഉറവ തുറക്കാൻ കഴിയുമെന്ന് ഹാഗാറിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ തെളിയിച്ചവൻ ഇന്ന് പകൽ എത്ര വരണ്ടുടങ്ങി കിടക്കുന്ന സാഹചര്യമായാലും മഴയില്ലാതെ അതിൻ്റെ മേൽ കവിഞ്ഞൊഴുകലുകളെ ആരംഭിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. താഴ്വരയിൽ കുഴികൾ വെട്ടുവിൻ, മഴയോ കാറ്റോ മേഘങ്ങളോ നിങ്ങൾ കാണുകയില്ല എങ്കിലും അത് വെള്ളം കൊണ്ട് നിറയുമെന്ന എലീശ പ്രവാചകന്റെ വാക്കുപോലെ ദൈവത്തിന് പുഷ്ടി നൽകുവാൻ സാഹചര്യങ്ങളുടെ അനുകൂല കാലാവസ്ഥയുടെയോ ആവശ്യമില്ല. ഏതവസ്ഥയിലും ദൈവത്തിന് താൻ പറഞ്ഞത് ചെയ്യാൻ പറ്റുമെന്നുള്ളതായ തിരിച്ചറിവ് അങ്ങയുടെ മക്കളുടെ ഉള്ളിൽ നിറയുമാറാകട്ടെ. ഇന്നത്തെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളുടെ മുൻപിൽ എവിടെ നിന്നെന്ന് അറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ഉറവകൾ പലതും ഇവർക്ക് വേണ്ടി ഒഴുകി വന്ന് നിറഞ്ഞ് അതൊരു നദി പോലെ മുന്നോട്ട് പ്രയാണം ചെയ്യുന്ന കാഴ്ച കാണുവാൻ ഇവരുടെ കണ്ണുകൾക്ക് ഭാഗ്യം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, മാലിന്യങ്ങളാൽ ഞങ്ങളുടെ നാട്ടിലെ നദീതടങ്ങൾ മലീമസമാകുന്നത് പോലെ പാപത്തിൻ്റെ ദുഷ്പ്രവൃത്തികളാൽ, ജഡീകാസക്തികളാൽ, കർത്താവേ, അശ്രദ്ധമായ ജീവിത വഴികളാൽ ഇവരുടെ ഒഴുക്കുകളെല്ലാം പലതും മലീമസമായി കിടക്കുമ്പോൾ അതൊരു ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയിൽ ഇവരുടെ ജീവിതത്തിൻ്റെ ഒഴുക്കുകൾ ഇങ്ങനെ കിടക്കവേ ഇന്നതിനെ ഒന്നടങ്കം വൃത്തിയാക്കി എടുത്തുകൊണ്ട് അതിൻ്റെ മാലിന്യങ്ങളെ തച്ചുടച്ച് കളയുന്ന, അതിൻ്റെ കെട്ടിക്കിടക്കുന്ന അവസ്ഥകളെ എല്ലാം മാറ്റിക്കൊണ്ട് കർത്താവേ, വർഷാന്തരങ്ങളിൽ ഞങ്ങളുടെ നദീതടങ്ങൾ കരകവിഞ്ഞൊഴുകി അതിൻ്റെ ഓരോ മാലിന്യതയും അത് അശേഷം കഴുകിക്കളഞ്ഞുകൊണ്ട് പിന്നെയും നവീകരിക്കപ്പെട്ടൊരു പുതിയ ചൈതന്യം അത് തിരികെ പിടിക്കുന്നത് പോലെ മഴക്കാലത്തൊരു നദി എങ്ങനെ കവിഞ്ഞൊഴുകുമോ അതുപോലെ ഇവരുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ എവിടെയെല്ലാം അശുദ്ധിയുടെയും പാപത്തിൻ്റെയും കർത്താവേ
പുറത്തു പറയാൻ കഴിയാത്തത്ര വൈകൃതമായിരിക്കുന്ന സ്വഭാവത്തിൻ്റെയും മ്ലേച്ഛതയുടെയും ഇരിപ്പിടങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടോ, അതിനെയെല്ലാം ഇല്ലാതാക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കവിഞ്ഞൊഴുകൽ ഇന്ന് പകൽ ഇവരുടെ മേൽ ഉണ്ടാകട്ടെ. ഒരു നദിയെങ്കിൽ അത് മലീമസമാകാതെ അത് സംശുദ്ധമായി തന്നെ ഒഴുകേണ്ടത് ആവശ്യമാകയാൽ കണ്ണാടിപ്പുഴ പോലെ തെളിഞ്ഞൊഴുകുന്ന ഒരു നല്ല നദി പോലെ ആർക്കും പാനം ചെയ്യാൻ കഴിയുന്ന ശുദ്ധജല തടാകം എന്നതുപോലെ ഇവരുടെ ജീവിതത്തിൻ്റെ മേഖലകളെ അശുദ്ധിയിൽ നിന്നും ഇന്ന് പകൽ വിടുവിച്ചെടുത്തുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ളതായ സംശുദ്ധമായ ഒരു ജീവിതത്തിന് ഇവരെ യോഗ്യരാക്കി തീർക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധാനുഭവങ്ങൾ എന്നെ കേൾക്കുന്ന ഓരോ മനുഷ്യ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ശരീരങ്ങളിലും അത് വ്യാപിക്കപ്പെടട്ടെ എന്ന് യേശുക്രിസ്തുവിന്റെ നാമമഹത്വത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്ന കൃത്യമായ പദ്ധതി, ദൈവം കണ്ടിരിക്കുന്ന കൃത്യമായ രൂപരേഖകൾ ഇവരുടെ മേൽ വെളിപ്പെട്ട് പെരുമാറാകട്ടെ. എല്ലാ അഴുക്കും അശുദ്ധിയും മാറി ഇന്ന് പകൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തെളിമയോടെ വെണ്മയോടെ നിന്റെ മക്കൾ മുന്നോട്ട് പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലഹരിക്ക് അഡിക്റ്റഡായി കിടക്കുന്നവർ, കുടുംബജീവിതം താളം തെറ്റി കിടക്കുന്നവർ, ഓ ലോർഡ് ജീസസ്, ഹല്ലേലൂയ. പലവിധമായ പാപപ്രവർത്തികൾക്ക് വിധേയരായി കിടക്കുന്നവർ, രക്ഷപ്പെടാൻ ആഗ്രഹിച്ചിട്ടും അഡിക്റ്റായി പോയി, ഇനി എനിക്ക് പുറത്തു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കിടക്കുന്ന നിരവധിയായ ജീവിതത്തിൻ്റെ കഠിനമായ പാപത്തിൻ്റെ കെട്ടുപാടുകളിൽ നിന്ന് ഇവരെ വിടുവിച്ചെടുക്കുന്ന യഥാർത്ഥ രക്ഷകൻ കർത്താവായ യേശു ഇന്ന് ഇവരുടെ ജീവിതത്തിലേക്ക് നിയോഗത്തോടെ കടന്നു വരുന്നതിനായി സ്തോത്രം. ഒരു ഭയങ്കരമായ ദൈവപ്രവൃത്തി നിങ്ങളുടെ ലൈഫിൽ ഇന്ന് പകൽ നടക്കാൻ പോവുകയാണ്. നിങ്ങൾ അറിയാത്തൊരു ദൈവകൃപ നിങ്ങളെ ഇന്ന് പകൽ പൊതിയും. നിങ്ങൾ ഇന്ന് വരെ പ്രാപിച്ചിട്ടില്ലാത്തൊരു ദൈവിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ പല സ്വഭാവങ്ങളിൽ നിന്നും കർത്താവിത നൽകാൻ പോവുകയാണ്. ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവെ, പല കുടുംബങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കൂരിരുട്ടുകൾ, പാപത്തിൻ്റെ പ്രഹേളികകൾ, ഹല്ലേലൂയ, അന്ധകാരത്തിൻ്റെ കൊടിയ ആധിപത്യങ്ങൾ, ഇതിനെയെല്ലാം തച്ചുടയ്ക്കാൻ പ്രാപ്തമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമേറിയ പ്രവാഹം ഇന്ന് ശുശ്രൂഷ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഇതിൻ്റെ ശബ്ദം അലയടിക്കുന്ന സകല പ്രദേശങ്ങളിലും ഭവനങ്ങളിലും വ്യക്തികളിലും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ കർത്താവേ, ഹല്ലേലൂയ, പൈശാചിക പീഡകളാൽ ബാധിക്കപ്പെട്ടവർ ഈ പ്രാർത്ഥനയുടെ സ്വരം കേൾക്കുമ്പോൾ വിമോചനം പ്രാപിക്കട്ടെ. തളർന്നു കിടക്കുന്ന രോഗികൾ ആ തൽസ്ഥാനങ്ങളിൽ നിന്നും എഴുന്നേൽക്കുമാറാകട്ടെ. കർത്താവെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട ആത്മഹത്യയും ജീവിതം അവസാനിപ്പിച്ച് എങ്ങോട്ടെങ്കിലും കർത്താവെ ഇല്ലാതാകാൻ വേണ്ടി ഓടിപ്പോകാമെന്നൊക്കെ പിശാചു പ്രേരണ ചെലുത്തുന്നവർ അത്തരം ദുഷിച്ച തീരുമാനങ്ങളിൽ നിന്നും ഈ പ്രാർത്ഥനയുടെ സ്വരത്താൽ വിമോചനം പ്രാപിക്കട്ടെ. ചിലരുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ ഈ ശുശ്രൂഷ ഒരു കാരണമായി തീരട്ടെ. കർത്താവിനെ വിട്ട് ഞാൻ ഇടത്തോട്ടോ വലത്തോട്ടോ മാറത്തില്ല എന്നുള്ള അഭേദ്യമായൊരു തീരുമാനത്തിലേക്ക് ചിലരെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ പ്രേരണ നൽകി കൊണ്ടുവരികയാണ്. നീ രക്ഷപ്പെടാൻ, നിന്റെ ജീവിതം മാറാനുള്ള ഏറ്റവും ശക്തമേറിയ ഒരു ചുവടുവെപ്പാണത്. ദൈവകൃപയിലേക്ക് നീ നിന്നെ തന്നെ സമർപ്പിക്കുക. പ്രിയ കുഞ്ഞേ, കർത്താവിന് നിന്നെ ആവശ്യമുണ്ട്. നീ തകർന്നെന്ന് നീ കരുതുന്നു, പക്ഷെ ദൈവം പറയുന്നു, ഞാൻ നിന്നെ പണിതുകൊള്ളാം. നീ ആ കാര്യങ്ങളെ നോക്കി വ്യാകുലപ്പെടേണ്ട, ഞാൻ ആ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ക്രമീകരിക്കാം. നിന്റെ ജീവിതം എൻ്റെ കരങ്ങളിൽ നൽകൂ എന്ന് യേശു നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കൃപയുടെ സ്വരം നിന്റെ മക്കളുടെ നേരെ മുഴങ്ങുമ്പോൾ അതിനോട് കണ്ണുനീരോടെ ഇന്ന് പകൽ പ്രതികരിക്കുന്നവരുണ്ടല്ലോ. ഹല്ലേലൂയ. മനസ്സ് നീറിപ്പുകഞ്ഞുകൊണ്ടായിരിക്കുന്ന അവസ്ഥയിൽ മനസ്സുരുകി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അങ്ങയുടെ മക്കളോട് നീ കരുണ കാണിക്കണമേ. എനിക്കാരുമില്ല, ഞാൻ വളരെ ഒറ്റപ്പെട്ടു, എന്നെ എല്ലാവരും വെറുത്തു, എന്നെ ആർക്കും വേണ്ട എന്നിങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ ചില വല്ലാത്ത താളപ്പിഴകളിൽ വേദനയോടായിരിക്കുന്ന അങ്ങയുടെ മക്കളെ പ്രത്യേക ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവെ, ആർക്കും വേണ്ടാത്തവനെ എനിക്ക് വേണമെന്ന് പറയുന്ന യേശു, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും തള്ളപ്പെട്ടത് കുരുക്കിൽ കിടക്കുമ്പോഴും സുരക്ഷിത സ്ഥാനത്തുള്ള 99നെയും മാറ്റി നിർത്തിയിട്ട് അതിനെ സുരക്ഷിത സ്ഥാനത്താക്കിയിട്ട് നഷ്ടപ്പെട്ടു പോയ ആ ഒരു കുഞ്ഞാടിനെ തേടി നടന്ന നല്ല ഇടയൻ ഇന്ന് പകൽ അങ്ങയുടെ മുൻപിൽ നിന്ന് കരയുന്ന ഈ മക്കളെ തേടി ഇപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് വരുന്നതിനായിട്ട് സ്തോത്രം. എൻ്റെ യേശു നിന്നോട് പറയുന്നു, എനിക്ക് നിന്നെ വേണം മോനെ. ഈ നിമിഷം ഞാൻ നിന്നെ ഏറ്റെടുക്കുകയാണ്. നീ വിഷമിക്കേണ്ട, ഞാൻ നിന്റെ കാര്യങ്ങളെ നോക്കിക്കൊള്ളാം. നീ ഇത്രത്തോളം തകർന്നു പോയെങ്കിൽ നീ ഭാരപ്പെടേണ്ട. കൈവിട്ടവർ നിന്നെ തേടി വരുന്നൊരു സമയം വരുന്നു. നിന്ദിച്ചവർ നിന്നെ നമസ്കരിക്കുമാർ ഞാൻ നിന്നെ ഉയർത്തുന്നൊരു കാലഘട്ടം നിന്റെ മുമ്പിൽ ഞാൻ പണിതുയർത്തും.
എൻ്റെ കൈകളിലേക്ക് നീ നിന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഇമ്പമാർന്ന സ്വരത്തിന് മുൻപിൽ ഞങ്ങൾ ആവലോടെ ഇതാ ഓടി വരികയാണ്. നീ ഞങ്ങൾക്ക് പ്രത്യാശയുടെ നങ്കൂരമാണ്. നീ ഞങ്ങൾക്ക് നൽകുന്ന ബലം അമിതമായതാണ്. യേശുവേ, അങ്ങയുടെ സ്നേഹത്തിന്റെ സ്പർശനം ഇന്ന് പകൽ നൽകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിസ്സാരമായ തുകകളായിരിക്കാം, പക്ഷെ അത് വീട്ടുവാൻ നിർവാഹമില്ല. മറ്റുള്ളവർ കേൾക്കുമ്പോൾ ഇത്രയും ചെറിയൊരു കാര്യത്തിനാണോ ഇത്രയും വിഷമിക്കുന്നതെന്ന് ചോദിക്കാം. പക്ഷെ ഇതുപോലും എൻ്റെ ജീവിതത്തിൽ ഇല്ല, ഞാൻ അത്രത്തോളം തകർന്നുവേ എന്ന് പറഞ്ഞ് വാവിട്ട് കരയാൻ പോലും വയ്യാതെ മനുഷ്യരുടെ മുൻപിൽ സങ്കടങ്ങളെ വാവത്തി പിടിച്ചുകൊണ്ട് ഉള്ളിലുയരുന്ന പിടിവിട്ട നിലവിളികളെ അമർച്ച ചെയ്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഹൃദയങ്ങളിലേക്ക് യേശുവിന്റെ കൈതാ കടന്നു വരികയാണ്. ദൈവം നിന്നെ തൊടുന്നു. ഓ, നിന്റെ തലയ്ക്ക് മീതെ ഇന്ന് പകൽ വീഴാനായി വെമ്പല് കൊണ്ട് നിൽക്കുന്ന വലിയൊരു വൃക്ഷം, ദൈവം അതിനെ ഇന്ന് പകൽ നിന്റെ തലയ്ക്ക് മീതെ വീഴാതെ അതിനെ മാറ്റിക്കളയുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള കരമായ വൻ കൊടുങ്കാറ്റുകൾ കൊണ്ട് ദൈവം നിന്റെ തലയ്ക്ക് മീതെ വീഴുമെന്ന് പറയുന്ന പലതിനെയും പറിച്ചു മാറ്റുകയാണ്. നീ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നോ. ദൈവം അവിടെ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ക്രമീകരണം നീ കാണാൻ പോവാ. ഒരത്ഭുതത്തിന്റെ വാർത്ത നീ കേൾക്കും. എന്നോട് എൻ്റെ യേശു അപ്പച്ചൻ ഇങ്ങനെ പറയുന്നു, ഒരു വിടുതലിന്റെ മെസ്സേജ് നിന്റെ കാതിലെത്തും. പ്രൈസ് ദി ലോർഡ്. നീ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫോണില്ലേ, ഇതിനകത്ത് ദൈവം നിനക്ക് വേണ്ടി അയച്ച വിടുതലിന്റെ സന്ദേശം നീ കാണും. ഗ്ലോറി ടു ജീസസ്. അടുത്ത ഏതാനും സമയത്തിനകം നിന്റെ അവസ്ഥയ്ക്ക് മേൽ ദൈവം പ്രവർത്തിച്ചതിന്റെ സാക്ഷ്യം നീ പറയും. അത്തരത്തിലൊരു വലിയ ദൈവ പ്രവൃത്തിയെ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് കർത്താവ് നിന്നോട് പറയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു മോളെ ഓർത്ത് വല്ലാതെ ഭാരപ്പെടുന്ന മാതാപിതാക്കളെ ഞാൻ കാണുന്നു. നിങ്ങളുടെ മോള് നിങ്ങൾക്ക് ഒറ്റ കുഞ്ഞാണ്, ആണും പെണ്ണുമായിട്ട് അതേ ഉള്ളൂ. അതിനെ ഓർത്താണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് വല്ലാതെ നീറുന്നത്. ഭാരപ്പെടാതെ, വ്യസനിക്കാതെ ദൈവം അതിനെ നിങ്ങളുടെ കരങ്ങളിൽ തിരിച്ചു തരാൻ പോകുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് ദൈവം നിങ്ങൾക്ക് വേണ്ടി തിരിച്ചു തരാൻ പോകുകയാണ്. കടൽ തിരമാലകളിലേക്ക് വലിച്ചെറിയപ്പെട്ടത് ഇനി ഒരിക്കൽ തിരിച്ചു കിട്ടത്തില്ല എന്ന് നിങ്ങൾ നിരൂപിക്കുമ്പോൾ അടുത്ത തിരക്കത് നിങ്ങളുടെ കാച്ചോട്ടിൽ തന്നെ തിരിച്ചു വരുന്നത് പോലൊരു അത്ഭുതം നിങ്ങൾ കാണാൻ പോവാ. ഇന്ന് പകൽ നിന്റെ സങ്കടത്തിന് കാരണമായതിനെ യേശു ഇറങ്ങി പരിഹരിക്കുമ്പോൾ അതിൻ്റെ കാര്യങ്ങളും മുഖാന്തരങ്ങളും എല്ലാം കർത്താവാണ് ചെയ്യുന്നത്. നിന്റെ തലമുറയെ നിന്റെ കയ്യിൽ കിട്ടും. അത്തരത്തിലൊരു ദൈവ പ്രവൃത്തി ഇന്ന് എൻ്റെ യേശു കർത്താവിത ചെയ്യുകയാണ്. ഹല്ലേലൂയ. കുടുംബങ്ങളുടെ മേലുള്ളതായ നിലവിളികളെ എൻ്റെ കർത്താവ് പരിഹരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ചില വിവാഹങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു, അതിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നു. തകൃതിയായിട്ട് കാര്യങ്ങൾ നടക്കുന്നെങ്കിലും മറുഭാഗത്തൊരു മരണ വീട് പോലെ നിന്റെ ഹൃദയം ദുഃഖിതമായിരിക്കുന്ന ദൈവാത്മാവിനെ കാണിക്കുന്നു. നിന്റെ സാഹചര്യം നിനക്ക് ആരോടും പറയാൻ വയ്യ. ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും നീ നിമിഷങ്ങൾ എണ്ണി പൊട്ടാൻ വെമ്പല് കൊള്ളുന്നൊരു ബോംബ് പോലെ ഇങ്ങനെ നിൽക്കുക. ജീസസ്. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ, ഒരു 4 മണി 4:30 കഴിയുന്ന സമയത്ത് സന്ധ്യയോടടുക്കുമ്പോൾ നിന്റെ ഭവനത്തിൽ നിന്നെ അത്ഭുതപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ കരുതൽ കയറി വരും. ഹല്ലേലൂയ. നിന്റെ ആ കണ്ണുനീരിന് ദൈവം പരിഹാരം വരുത്തും. പ്രൈസ് ദി ലോർഡ്. അതിനൊരു 2, 3, 4 ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ദൈവപ്രവൃത്തി നീ കാണാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അവസാന നിമിഷം ദൈവം പ്രവർത്തിച്ചു എന്നുള്ള വാർത്ത കേൾക്കും. പ്രിയ കർത്താവേ, നിന്റെ മഹിമയുടെ സ്വരം നിന്റെ മക്കൾക്ക് വേണ്ടി നീട്ടി ഇവരുടെ ഗതികേടുകളിൽ നിന്ന് നീ കരം പിടിച്ചുയർത്തുന്നതിനായിട്ട് സ്തോത്രം. സർവ്വസങ്കടങ്ങളും പരിഹരിക്കുന്ന, വിഷാദങ്ങളെ എടുത്തു കളയുന്ന, ആനന്ദങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പാകുന്ന, സന്തോഷങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വളരുമാറാക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവായ യേശു, ഞങ്ങളുടെ നല്ല രക്ഷകനായ യേശു, ആരും സ്നേഹിക്കാത്ത പോലെ സ്വന്തം പ്രാണൻ നൽകി, ജീവൻ നൽകി, സ്വന്തം ശരീരം മരണത്തിന് വലിച്ചെറിഞ്ഞു കൊടുത്ത് ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ കർത്താവ്, അത്രമാത്രം ഞങ്ങളെ അഗാധമായി സ്നേഹിച്ചവൻ, ഇന്നും കൂടെ ഇരിക്കുന്നവൻ, ഈ നിമിഷവും ഞങ്ങളെ കുറവില്ലാതെ കരുതുന്നവൻ, കുറവില്ലാതെ സ്നേഹിക്കുന്നവൻ, മടുത്തു പോകാതെ ഞങ്ങളെ കരങ്ങളിൽ വഹിക്കുന്നവൻ, ഞങ്ങളെ ചേർത്ത് പിടിച്ചിരിക്കുകയാൽ സ്തോത്രം. ക്ലേശിപ്പാനൊന്നുമില്ല. ദൈവം നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്നു. സന്തോഷത്തോടെ ഇന്നത്തെ ഈ ദിവസം ഞങ്ങളുടെ മക്കളെ ദൈവകരങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് ഞാൻ സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മഹത്വം നിറഞ്ഞ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിൻ്റെ
കരുതലും സ്നേഹവും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ ഉന്നതമാണ് പ്രിയപ്പെട്ടവരെ. എനിക്ക് നിങ്ങളെ കാണണം, എനിക്ക് നിങ്ങളെ കാണണം, എനിക്ക് നിങ്ങളെ കാണണം. നിങ്ങളുടെ കൂടെ കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിക്കണം. അതിന് ഒത്തിരി അവസരങ്ങളുണ്ടെങ്കിലും നാളത്തെ വിശുദ്ധ ആരാധനയിൽ ആ സമയം വേർതിരിക്കാമെന്ന് കരുതുന്നു. അതുകൂടാതെ നമ്മുടെ ഈ ഒരു ചാനലിൽ തന്നെ നിരവധിയായ പ്രാർത്ഥനാ സമയങ്ങൾ ഈ ദിനങ്ങളിൽ ഞാൻ ക്രമീകരിച്ചിട്ടുണ്ട്. പല സമയങ്ങളിൽ ഞാൻ ലൈവിൽ വരും. ഇന്ന് ലൈവിൽ വരുമ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ മാത്രമേ, പ്രാർത്ഥനാ വിഷയങ്ങൾ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഞാൻ ചിന്തിക്കുന്നു ഒന്ന് സൂമിൽ വന്നാലോ ഒന്ന്. അപ്പം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പുറകെ പറയാം. മുഖാമുഖം ഒന്ന് കാണണം. ഒത്തിരി തകർന്ന മനുഷ്യരെല്ലായിരിക്കുന്നത്. കണ്ണുനീരുകൾ ഒരുപാട് തുടയ്ക്കാൻ കർത്താവിനോട് പറയുന്നു. ആ സ്വരം അനുസരിച്ചേ മതിയാകത്തുള്ളൂ. ഞാൻ ഈ കഴിഞ്ഞ 2-3-4 ദിവസങ്ങളൊക്കെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചു എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ തന്നെ ഇരുന്നു നിങ്ങളിൽ പലരുടെയും സങ്കടങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയായിരുന്നു. അതിൻ്റെ മേലെല്ലാം ദൈവകൃപയാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്കെല്ലാം ഒരു മറുപടിയുടെ ദൈവകരം പ്രവർത്തിച്ചു തുടങ്ങി എന്നുള്ള സന്തോഷത്തിൻ്റെ വാർത്ത പലയിടങ്ങളിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നുണ്ട്. അധികമായി എൻ്റെ രാജാവിനെ ഞാൻ സ്തുതിക്കുന്നു. നാളത്തെ വിശുദ്ധ സഭായോഗം കോട്ടയത്ത് നടക്കുന്നതറിയാമല്ലോ. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് നമ്മുടെ ടൈം. കോട്ടയത്ത് ഓക്സിജൻ ഡിജി ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്ത്, നാഗമ്പടത്ത് ഓക്സിജൻ ഡിജി ഷോപ്പിന് തൊട്ടപ്പുറത്തുള്ള റെഡ് ക്രോസ് ഹാളിലാണ് നമ്മുടെ പ്രാർത്ഥന നടക്കുന്നത്. നിങ്ങൾ വരണം. നാളെ നമ്മൾ ഒരുമിച്ച് കർത്താവിനെ സ്നേഹിക്കും, സ്തുതിക്കും. കർത്താവ് സമൃദ്ധമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു ആരാധനയിൽ പോലും ഇതുവരെയും വന്ന് പങ്കുചേരാത്തവരുണ്ട്, എനിക്കറിയാം. ആഗ്രഹിച്ചിട്ടും കഴിയാത്തവരാണ് കൂടുതലും. നാളെ മനഃപൂർവ്വം നിങ്ങൾ വരണം. ദൈവം നിങ്ങളെ തൊടുന്നേ, നിശ്ചയമായിട്ട് തൊടും. കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ബോംബെയിൽ നിന്നുമൊക്കെ ചെന്നൈയിൽ നിന്നുമൊക്കെ ആൾക്കാർ തലേന്ന് തന്നെ വന്ന് യാത്ര ചെയ്ത് വന്നാണ് ആരാധനകളിൽ പങ്കുചേരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കട്ടെ. അടുത്ത പ്രവചനദൂതിൻ്റെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് വരെയും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിലായിരിക്കാം. ഇൻ കേസ് ഏതിന് കാരണത്തിൽ നിങ്ങൾക്ക് എത്താൻ പറ്റാതെ പോയാൽ നമ്മുടെ ലൈവ് ആരാധന നമുക്ക് നമ്മുടെ ഈ ചാനലിൽ സംപ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഭവനത്തിലിരുന്ന് ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. എന്തെങ്കിലും ഒരു പണി ചെയ്യുമ്പോഴല്ല, അവിടെ അങ്ങ് അതിനുവേണ്ടി നേരത്തെ ഒരുങ്ങണം. 10 മണിയാകുമ്പോൾ പ്രാർത്ഥിച്ചൊരുങ്ങി ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന് ഹാജരാകണം. ഓക്കെ, കർത്താവ് നിങ്ങളെ കാണും. അപ്പോൾ നമ്മൾ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങും. അത് വലിയ സന്തോഷമായി തീരും. ഇനി കാണുന്നവരെയും കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. ഗോഡ് ബ്ലസ് യു. ആമേൻ.